ഗവർണർക്കെതിരെ വിമർശനവുമായി എം സ്വരാജ്. ഭ്രാന്തുള്ളവർ ഗവർണറാകരുതെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഭാവിയിൽ ഗവർണറാകുമെന്ന ദീർഘവീക്ഷണമാകാം കാരണമെന്നും സ്വരാജിന്റെ പരിഹാസം. ഫെലിക്സ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഫെലിക്സ്, ഇത് നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്ട്ലി ഗവർണർ അത്രമേൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് സ്വരാജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തിന്, എവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം എം സ്വരാജ് നടത്തിയത്? കണ്ണൂരിൽ ഇടത് അനുകൂല സംഘടനയായ KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ പരിപാടിയിലാണ് എം സ്വരാജ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. എം സ്വരാജ് പറഞ്ഞത് ഇങ്ങനെയാണ്: 2-3 വർഷങ്ങൾക്ക് മുൻപ് ഗവർണർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തി. വൈദേശിക ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതാണ് ഗവർണർ അന്ന് പറഞ്ഞിരുന്നത്. ഇത് ഗവർണറുടെ മാത്രം നിലപാടല്ല, RSSന്റെ നിലപാട് കൂടിയാണ്. ഗോൾവാർക്കർ വിചാരധാരയിൽ തന്നെ ഈ വൈദേശിക ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയും അവരെ ഉന്മൂലനം ചെയ്യണമെന്നടക്കം പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞാണ് ഗവർണർ ഇത്തരത്തിൽ സമചിത്തതയില്ലാതെ പെരുമാറുന്ന ഒരാളാണ് എന്ന് ഈ എം സ്വരാജ് സമർത്ഥിക്കുന്നത്. അതിനാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്, ഈ ഭ്രാന്ത് ഉള്ളവർക്ക് ഗവർണർ ആകരുതെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഭരണഘടനയിൽ ഇതുമായി ബന്ധപ്പെട്ട് അത്തരമൊരു മാനദണ്ഡം ഏർപ്പെടുത്തിയിട്ടില്ല. പ്രായപരിധി മാത്രമാണ്, 60-65 വയസ്സെന്ന പ്രായപരിധി മാത്രമാണ് ഈ ഗവർണർ ആകാനായി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആകുമെന്ന ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാകാം ഇങ്ങനെ ഒരു കാര്യം എഴുതി വെക്കാതിരുന്നത് എന്നതായിരുന്നു എം സ്വരാജിന്റെ പ്രസ്താവന. ഒപ്പം തന്നെ ഈ മന്ത്രിമാരോ MP-മാരോ ആകണമെങ്കിൽ അവർക്ക് ഭ്രാന്ത് ഉണ്ടാകരുത് എന്നും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും എം സ്വരാജ് പറയുകയുണ്ടായി. ഇത് ഗവർണർക്കെതിരെ നേരിട്ടുള്ള വിമർശനം തന്നെയാണ് എം സ്വരാജ് നടത്തിയത്. ഗവർണറുടെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു വിമർശനം ഇപ്പോൾ സ്വരാജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ RSSന്റെ അതേ ആശയമാണ് ഒരു ഗവർണർ ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതൊരു പക്ഷേ ഭ്രാന്തുണ്ട് എന്ന രീതിയിലുള്ള വ്യാഖ്യാനവുമാണ് ഇപ്പോൾ എം സ്വരാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.